പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, ദൈവകൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഷാലിം ഇന്റർനാഷണൽ മിനിസ്ട്രീസിലേക്ക് വചന ശുശ്രൂഷ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 4-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സിനുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗത്ത് 2 കാര്യമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ബിലീവ് ഇൻ ഗോഡ് പ്രോമിസസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ സംശയിക്കാതെ വിശ്വസിക്കുക. 2, ബിലീവ് ഇൻ ഗോഡ് പവർ, ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. ദൈവവാഗ്ദത്തം എത്രയുണ്ടെങ്കിലും അത് അവനിൽ ഊവേ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വസിക്കരുത്. അബ്രഹാം പിതാവ് ബഹുജാതികൾക്ക് പിതാവാകും എന്നുള്ള ദൈവിക വാഗ്ദത്തം അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതാ, നിനക്ക് ഞാൻ മക്കളെ തരും, നിന്റെ അവകാശി നിന്റെ വീട്ടിൽ പാർക്കുന്ന ദാസനായിരിക്കത്തില്ല, നിന്നിൽ നിന്ന് തന്നെ മകനെ ഞാൻ നിനക്ക് തരും. ആ വാഗ്ദത്തങ്ങളിൽ അവിശ്വസിക്കാതെ ഏകദേശം 100 വയസ്സുള്ളവനായി ആശയ്ക്ക് വിരോധമുള്ളവർ ആശയ്ക്ക് വിരോധമായി ആശയോടെ അവൻ വിശ്വസിച്ചു. അപ്പൊ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മൾക്കുണ്ടായിട്ടും സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ അനുകൂലമല്ലായിരിക്കും. ശാരീരികമായ ബലഹീനതകൾ വന്നിരിക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കാം, ടൈം ഒരുപാട് നീങ്ങിപ്പോയിരിക്കാം, ഇനി നടക്കുമോ എന്ന് നമ്മുടെ ഹൃദയത്തിൽ പിശാച് തോന്നിപ്പിച്ചാലും അതിൻ്റെ നടുവിൽ സ്തോത്രം, ആ വാഗ്ദത്തങ്ങളിൽ ഉറച്ചുകൊണ്ട് പറയണം, ആ വാഗ്ദത്തം നിറവേറും, ആ വാഗ്ദത്തം എന്നിൽ തന്നെ നടക്കും. സ്തോത്രം. ജോസഫ് കണ്ട സ്വപ്നം വയലിൽ കൊയ്തിട്ടിരിക്കുന്ന തൻ്റെ കറ്റ കൊയ്ത് കിടക്കുക, അതിൻ്റെ വേരിൽ നിന്ന് അതിൽ നിന്ന് അതിനെ അറുത്തെടുത്ത് ഒരു കറ്റയായി കൂട്ടി കെട്ടി വെച്ചിരിക്കുക. അവൻ കണ്ടത് അവൻ്റെ കറ്റ നിവർന്നു നിൽക്കുന്നതാണ്. ഒരു സാധ്യതയും മാനുഷികമായി നോക്കിയാലില്ല. കാരണം നിന്ന ആ ചെടിയെ അറുത്ത് എടുത്ത് കറ്റയാക്കി കെട്ടി മാറ്റി വെച്ചിരിക്കുമ്പോൾ ജോസഫ് കാണുക, അവൻ്റെ കറ്റ നിവർന്നു നിൽക്കുന്നു, മറ്റുള്ളവരുടെ കറ്റ വീണ് നമസ്കരിക്കുന്നു. ഇന്ന് പകൽ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ വാഗ്ദത്തങ്ങൾ നീ വിശ്വസിക്കുക. ആ വാഗ്ദത്തങ്ങൾ എത്ര വലുതാണെങ്കിലും അവിശ്വസിക്കാതെ, സംശയിക്കാതെ അതിൽ വിശ്വസിക്കുക. നിന്റെ കറ്റ നിവർന്ന് നിൽക്കും എന്ന് തമ്പുരാൻ പറഞ്ഞെങ്കിൽ ആ കറ്റയെ നിവർത്തുവാൻ ദൈവം ശക്തനാണ്. അത് നടന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതാ, 400 വർഷം കഴിയുമ്പോൾ അടിമ മുഖത്തിൽ നിന്ന് ഒരു വിടുതൽ അവർക്കുണ്ട്. വർഷങ്ങൾ, കാലങ്ങൾ കഴിഞ്ഞു പോയാലും ആ വാഗ്ദത്തം മരിച്ചില്ല. വാഗ്ദത്തം പറഞ്ഞ് കേട്ട അബ്രഹാം മരിച്ചു, എന്നാൽ അവൻ്റെ തലമുറകളിൽ ആ വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റി. എന്ന് നിന്റെ വാഗ്ദത്തം ഒരിക്കലും മരിക്കത്തില്ലെന്ന് നീ ഓർത്തുകൊള്ളണം. നീ ആ വാഗ്ദത്തങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ തലമുറകളെ എൻ്റെ ദൈവം ആ വാഗ്ദത്തം കാണിക്കുക,
തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്. കർത്താവ് തന്നിരിക്കുന്ന പ്രോമിസാണ്. നമ്മൾക്ക് വേണ്ടി കർത്താവ് സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ കർത്താവ് വരും. ക്ഷീണിച്ചു പോകണ്ട. ഈ ഭൂമിയിൽ നിനക്കൊന്നുമില്ലാത്തവരായി, ആമേൻ സ്തോത്രം, കഷ്ടപ്പാടിലും ഞെരുക്കത്തിലും നീ ജീവിക്കുന്നെങ്കിൽ, ആമേൻ സ്തോത്രം, കൈകളാൽ നിർമ്മിക്കാത്ത ഒരു തങ്ക തെരുവ് നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കുക. നിനക്ക് വേണ്ടി ദൈവം ഒരു സ്തോത്രം ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ വാഗ്ദത്തം നീ വിശ്വസിക്കുക. അത് നിന്റെ പേരിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുക. മറ്റാർക്കും അത് എടുപ്പാൻ കഴിയത്തില്ല. മറ്റാർക്കും അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അത് നിനക്ക് മാത്രമുള്ളതാ. നീ ആ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക. ആ വാഗ്ദത്തം നിനക്ക് വേണ്ടിയുള്ളതാ, നിന്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാ. ആമേൻ. നിന്റെ തലമുറകൾ 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 തലമുറകളിലേക്ക് ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി ദൈവം തമ്പുരാൻ, ആമേൻ സ്തോത്രം, അയക്കും. അത് നീ സംശയം കൂടാതെ വിശ്വസിക്കുക. രണ്ട്, ദൈവത്തിന്റെ ശക്തിയിൽ നീ വിശ്വസിക്കണം. ബിലീവ് ഇൻ ഗോഡ്സ് പവർ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായ താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അപ്പൊ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവശക്തിയിൽ വിശ്വസിക്കണം. അബ്രഹാമിന്റെ ശരീരം നിർജീവമായി സാറയുടെ ഗർഭപത്രം ശോഷിച്ചു. ഇനിയും മക്കൾ ഉണ്ടാകും എന്ന് അവർക്കൊരു പ്രത്യാശയില്ല. എന്നാൽ അവരെ ഒരു യുവത്വത്തിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവന്നു. അവരുടെ ഞാടി ഞരമ്പുകളിൽ ദൈവ സാന്നിധ്യം ദൈവം ഇറക്കി. ആമേൻ സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് ദൈവം. മറിയ കർത്താവിനോട് ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? ദൂതന്റെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത് ദൈവമക്കളെ, നീ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. ആമേൻ. അത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാ, മരിച്ചതിനെ ജീവിപ്പിക്കുന്നതാ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി തരുന്നതാ. ആ ദൈവശക്തിയിൽ അവിശ്വസിക്കാതെ ഞാനും നിങ്ങളും വിശ്വസിച്ചാൽ ആമേൻ ദൈവപ്രവൃത്തി നമ്മളിൽ നടക്കും. അവൻ സ്വത്രം സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവശക്തിയാ, പരിശുദ്ധാത്മാവിന്റെ പവറാ. നമ്മളിൽ ഒന്നുമില്ലായ്മയിൽ സകലത്തെയും ഉളവാക്കുന്ന ദൈവശക്തിയുണ്ട്. മനുഷ്യർ പറയും നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല. മനുഷ്യർ പറയും നിനക്ക് ബുദ്ധിയില്ല. മനുഷ്യർ പറയും നിനക്കതിനുള്ള കഴിവില്ല, നിനക്കതിനുള്ള പണമില്ല. എന്നാൽ മറുവശത്ത് നീ പറയണം, എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എൻ്റെ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയും. എൻ്റെ ദൈവത്തിന് എന്നെ ഉയർത്താൻ കഴിയും. എൻ്റെ ദൈവത്തിന് എൻ്റെ ശരീരത്തിന്റെ നിർജീവത്വം മാറ്റി എന്നെ ശക്തനാക്കാൻ കഴിയും. അസ്ഥി താഴ്വരയിൽ ഉണങ്ങിയ അസ്ഥികളോട് നടുവിൽ ചുറ്റിച്ച് നടത്തിയിട്ട് എഗസ്കേലിനോട് ദൈവം ചോദിക്കുക, എഗസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? എഗസ്കേൽ പറഞ്ഞ, യഹോവേ, അത് നീ അറിയുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാ. ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കാൻ പറഞ്ഞു. നീ അവയെ നോക്കി പ്രവചിക്ക്. ദൈവമക്കളെ, നീ വിശ്വസിക്ക്. നിർജീവമായി കിടക്കുന്ന നിന്റെ അവസ്ഥകൾ, ശൂന്യമായി കിടക്കുന്ന നിന്റെ അവസ്ഥകൾ, കഴിവില്ലാതെ കിടക്കുന്ന നിന്റെ അവസ്ഥകൾ, പഠനത്തിൽ പുറകെ നിൽക്കുന്നതിന്റെ തലമുറകളെ നോക്കി നീ പ്രവചിക്ക്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്ക്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ പ്രവചിക്ക്. അവർ സ്തോത്രം ഇപ്പോൾ പിൻപിലാണെങ്കിൽ അവരെ മുൻപിൽ കൊണ്ടുവരുവാൻ ദൈവ സാന്നിധ്യത്തിന് കഴിയും, ദൈവശക്തിക്ക് കഴിയും. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കുവാൻ സർവശക്തന് കഴിയും. ഉണങ്ങിയ അസ്ഥികൾ ബന്ധം വിട്ടുകിടക്കുന്നത്, ഒരു സാധ്യതയുമില്ലാതെ കിടക്കുന്നിടത്ത് ഉടയ തമ്പുരാൻ എഗസ്കേലിനോട് പറയുക, നീ എൻ്റെ ശക്തി ഒന്ന് പ്രവചിക്കാൻ. അതെ, എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ
ദൈവം തമ്പുരാൻ ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ മൗനമായിരിക്കരുത്. നീ കർത്താവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് ആമേൻ നീ പ്രവചിച്ചു തുടങ്ങ്. നിന്റെ രോഗത്തെ നോക്കി നീ പ്രവചിക്ക്. ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആമേൻ നിന്റെ ശൂന്യ അവസ്ഥകളെ നോക്കി നീ പ്രവചിക്ക്. എൻ്റെ ദൈവം സകലത്തെയും ഉളവാക്കി തരുന്നവനാ. ആമേൻ നിന്റെ സ്തോത്രം ആ നിർജീവിതത്തെ നോക്കി നീ പ്രവചിക്ക്. അതിന്മേൽ ശക്തി തരാൻ ദൈവം ഒരുക്കമുള്ളവനാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തിൻ്റെ പ്രോമിസസിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പ്രോമിസസ് അത് എത്ര ഉണ്ടെങ്കിലും ഉവന്നാണ്. ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം ദൈവമക്കളെ. അതിൻ്റെ 24 റോമർ 4ന്റെ 24-25 നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാൻ ഉള്ളതാകയാൽ തന്നെ. അപ്പോൾ കർത്താവിൻ്റെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കണം. ബിലീവ് ഇൻ ദ റിസറക്ഷൻ. നമ്മൾ ആ ഉയർപ്പിന്റെ ശക്തിയിൽ വിശ്വസിക്കണം. ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിൽ യേശു തമ്പുരാൻ വരുമ്പോൾ മരിച്ച് ലാസർ അടക്കപ്പെട്ടിട്ട് 4 ദിവസമായി. ശരീരം ജീർണിച്ചു തുടങ്ങി. എന്നാൽ കർത്താവ് മാർത്തയോടും മറിയോടും പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതെ, നിന്റെ ജീർണിച്ചു പോയ അവസ്ഥകൾ ഇനി ഒരിക്കലും അത് നടക്കത്തില്ലെന്ന് പറയുന്ന അവസ്ഥകളിൽ നീ വിശ്വസിക്കുക. എൻ്റെ കർത്താവിൻ്റെ ജീവൻ അതിൽ വ്യാപരിച്ചാൽ അത് ഉയർത്തുവരും. ആമേൻ, സ്തോത്രമല്ലേലൂയ. യായിറോസിന്റെ അടുക്കൽ വീട്ടിലേക്ക് യേശു തമ്പുരാൻ കടന്നു ചെല്ലുമ്പോൾ ആൾക്കാർ വന്ന് പറയുക, ഗുരുവിനെ ഇനി അസ്വസ്ഥമാക്കണ്ട, മകൾ മരിച്ചുപോയി. എന്നാൽ കർത്താവ് പറഞ്ഞു, ആ വാക്ക് നീ കാര്യമാക്കണ്ട. ഞാൻ മരണത്തിന്മേൽ അധികാരമുള്ളവനാ, ഞാൻ പുനരുത്ഥാനോ ജീവനുമാ. ഇന്ന് അവൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ ആ ഉയർപ്പിന്റെ ശക്തിയിൽ നീ വിശ്വസിക്കുക. നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ സ്തോത്രമല്ലേലൂയ ജീവിതത്തിൽ, നിന്റെ തലമുറകളിൽ ചിലതൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന നീ അത്ഭുതം കാണാൻ പോകുക. വിശ്വസിക്കുക. ദൈവവാക്യത്തിൽ വിശ്വസിക്കുക. കർത്താവിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. അവന്റെ പുനരുത്ഥാന ശക്തിയിൽ വിശ്വസിക്കുക. ആ ശക്തി നിന്നിൽ നിറയുമ്പോൾ ആ സ്വോത്രം ദൈവ പ്രോമിസസിൽ നീ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ, ആ ദൈവശക്തിയിൽ നീ വിശ്വസിക്കുമ്പോൾ, നീ ഈ നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, എന്റെ കേൾവിക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ നിവർത്തി അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉളവാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. God bless you all.